ഛത്തീസ്ഗഡിൽ മതംമാറ്റ വ്യവസ്ഥകൾ കർശനമാക്കി സർക്കാർ. പുതിയ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നടക്കുന്ന മതം മാറ്റങ്ങൾക്ക് 10 വർഷം വരെ തടവ് ലഭിക്കും. നിയമത്തിന്റെ കരട് ഉടൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കീഴിൽ വ്യാപകമായ മതമാറ്റം നടക്കുന്നുണ്ടെന്നും ഇത് ഉടൻ അവസാനിപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നിയമനിർമ്മാണത്തിന് ഒരുക്കം നടക്കുന്നത്. പുതിയ ബിൽ പ്രകാരം മറ്റൊരു മതത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കുറഞ്ഞത് 60 ദിവസം മുമ്പെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണം. 2006 ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ ഭേദഗതി നിയമപ്രകാരം അത് 30 ദിവസമായിരുന്നു. 30% ഗോത്രവർഗ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് വഞ്ചനാപരമായ മതപരിവർത്തനങ്ങൾ തടയുന്നതിനായി കൂടുതൽ ശിക്ഷാ നടപടികളും നിയമത്തിലുണ്ടാകും. പ്രായപൂർത്തിയാകാത്തവരെയോ സ്ത്രീകളെയോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയോ നിയമവിരുദ്ധമായി മതം മാറ്റിയതിന് 25,000 രൂപ പിഴയോടൊപ്പം കുറഞ്ഞത് 2 വർഷവും പരമാവധി 10 വർഷവും തടവും ശിക്ഷയും പുതിയ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. കൂട്ട മതപരിവർത്തനത്തിന് കുറഞ്ഞത് 3 വർഷവും പരമാവധി 10 വർഷവും ശിക്ഷയും 50,000 രൂപ പിഴയും ലഭിക്കും. മുൻ മതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർദ്ദിഷ്ട നിയമം ബാധകമല്ല. പുതിയ ബിൽ പ്രകാരം അധികാര ദുർവിനിയോഗം, നിർബന്ധം, അനാവശ്യ സ്വാധീനം, പ്രേരണ, വഞ്ചനാപരമായ മാർഗങ്ങൾ, വിവാഹം എന്നിവയിലൂടെയുള്ള മതപരിവർത്തനം നിയമവിരുദ്ധമായി പരിഗണിക്കും. നിലവിൽ ഒരു മതപരിവർത്തന നിയമം നിലനിൽക്കെ എന്തിനാണ് മറ്റൊരു ബിൽ പാസാക്കുന്നത് എന്ന് റായ്ഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് പോൾ ടോപ്പോ ആശങ്ക പ്രകടിപ്പിച്ചു. ഒപ്പം രാജ്യം പൊതുതെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രസ്തുത നീക്കം സംശയാസ്പദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ച് ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.